ആൽക്കഹോളിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡിൽ നെക്സ്റ്റ് വൺ ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീൻസ്. ആൽക്കീൻസിന് ഹൈഡ്രേഷൻ നടത്താം. ഹൈഡ്രേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ വെള്ളം ചേർക്കുക. നോക്ക്, നമ്മളൊരു ആൽക്കീൻ എടുത്തു, CH2 ഡബിൾ ബോണ്ട് CH2 എത്തീൻ. അതിന് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തു, H2SO4. ഞാനതിന് HHSO4 എന്ന് എഴുതി, റിയാക്ഷൻ എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടും. ഇതിലത്തെ ഒരു H ഇങ്ങോട്ട് വരും, HSO4 ഈ കാർബണിൻ്റെ കൂടെ വരും, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായിട്ട് മാറും. അത് CH3 CH2 HSO4, CH3 CH2 HSO4. ഇനി ആ കോമ്പൗണ്ടിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യും, പ്ലസ് H2O. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? സൾഫ്യൂരിക് ആസിഡ് കിട്ടും. സൾഫ്യൂരിക് ആസിഡ് പറഞ്ഞാൽ ഈ HSO4ഉം ഇതിലത്തെ ഒരു Hഉം കൂടെ കൂടിയിട്ട് H2SO4, HSO4ഉം ഒരു Hഉം കൂടെ H2SO4 പ്ലസ് CH3 CH2OH. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് എന്തായി? ഒരു ആൽക്കഹോൾ പ്രോഡക്റ്റായിട്ട് കിട്ടി. അപ്പോൾ ആൽക്കീനെ ഹൈഡ്രേഷൻ നടത്തിക്കഴിഞ്ഞാൽ ആൽക്കഹോൾ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നു. അടുത്ത ഒരു ഫോർമേഷൻ മെത്തേഡാണ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ഓഫ് ആൽക്കീൻ. അത് ആൽക്കീന് നമ്മൾ ഡൈബോറൈനുമായിട്ട് റിയാക്ഷൻ നടത്താം. ഡൈബോറൈൻ B2H6 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് BH3 എടുത്തിട്ടാണ് നമ്മൾ റിയാക്ഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ആൽക്കീൻ എടുത്തു, ഡൈബോറൈനായിട്ട് റിയാക്ഷൻ നടന്നു. റിയാക്ഷൻ നടന്നപ്പോൾ നോക്ക്, ഇവിടെ ഇപ്പോൾ ഡബിൾ ബോണ്ടാണ്, CH ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ ഇവിടേക്കും ബാക്കി BH2 ഇവിടേക്കും ആഡ് ചെയ്തു. അങ്ങനെ നമുക്ക് CH3 CH2 CH2 BH2 ഈ കോമ്പൗണ്ട് കിട്ടി. ആ കോമ്പൗണ്ടിലേക്ക് വീണ്ടും നമ്മൾ ആദ്യം എടുത്ത ആൽക്കേൻ, അതേ രൂപത്തിലുള്ള ആൽക്കേൻ നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അപ്പോൾ നമുക്ക് CH3 CH2 CH2 അത് രണ്ടെണ്ണം ഉണ്ടാവും അല്ലേ? ഇവിടെ BH2 ഉണ്ടല്ലോ, ഒരു H ഇങ്ങോട്ട് കയറി വന്നിട്ട് ആ ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ടായിട്ട് മാറും. അങ്ങനെ CH3 CH2 CH2 ട്വൈസ് BH. വീണ്ടും സെയിം ആൽക്കീൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹൈഡ്രജനും കൂടെ ഇതായിട്ട് റിയാക്ട് ചെയ്ത് അത് സിംഗിൾ ബോണ്ട് ആവും. സോ CH3 CH2 CH2 ട്രൈസ് B. ഇനി ആ കോമ്പൗണ്ടിലേക്ക് ഇപ്പോൾ കിട്ടിയ ഈ ബോറോൺ അടങ്ങിയിരിക്കുന്ന ഈ കോമ്പൗണ്ടിലേക്ക് നമ്മൾ H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് OH-. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇപ്പോൾ 3 CH3 CH2 CH3 ഉണ്ട് അല്ലേ? അപ്പോൾ 3 CH3 CH2 CH2 OH, 3 OH ഉണ്ടല്ലോ, പ്ലസ് പിന്നെ ആരുണ്ടാവും? BOH ത്രൈസ്. BOH ത്രൈസ് എന്ന് പറഞ്ഞാൽ ബോറിക് ആസിഡാണ്, ഓർത്തോ ബോറിക് ആസിഡാണ് BOH ത്രൈസ്. അപ്പോൾ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ഓഫ് ആൽക്കീൻ. ആൽക്കീന് നമ്മൾ ഡൈബോറൈനായിട്ട് റിയാക്ഷൻ നടക്കുന്നു. അങ്ങനെ ഓരോ സ്റ്റെപ്പിലും 3 സ്റ്റെപ്പ് വരുമ്പോഴാണ് പിന്നെ 3 CH3 CH2 CH2 വരുന്നത്. അങ്ങനെ 3 വരുന്നത് ഈ BH3യിലെ 3 ഹൈഡ്രജനെയും അവിടുന്ന് റിയാക്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. അവസാനം ആ ബോറോൺ അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ടിന് എന്ത് ചെയ്യും? H2O2 ബാർ OH-. യഥാർത്ഥത്തിൽ അവിടെ ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. അങ്ങനെ നടന്നു കഴിയുമ്പോൾ വി ഗെറ്റ് ആൽക്കഹോൾ ആസ് ദി പ്രോഡക്റ്റ്. പിന്നെ ആൽക്കഹോൾ ഉണ്ടാക്കാനുള്ള അടുത്തൊരു മെത്തേഡാണ് ഫ്രം കാർബോക്സിലിക് ആസിഡ് ആൻഡ് എസ്റ്റേഴ്സ്. കാർബോക്സിലിക് ആസിഡ് അല്ലെ, ആൽക്കൈൽ ഗ്രൂപ്പിലേക്ക് COOH എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോഴാണ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയാം. അപ്പോൾ ഇത് കാർബോക്സിലിക് ആസിഡാണ്, അസറ്റിക് ആസിഡ്. ഇതിന് നമ്മൾ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്തു, റെഡ്യൂസിങ് ഏജൻറ്റാണ്. പിന്നെ ഹൈഡ്രോളിസിസ് നടത്തുകയും ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ ആസിഡിനെ റിഡക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആൽക്കഹോൾ കിട്ടും കേട്ടോ. നല്ല സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ച ആൽക്കഹോൾ കിട്ടും. അവിടെ പ്രത്യേകത, ഇപ്പോൾ ഇവിടെ 2 കാർബണാറ്റ് ഉണ്ട്. അപ്പോൾ 2 കാർബണാറ്റുള്ള ആൽക്കഹോളാണ് പ്രോഡക്റ്റായിട്ട് കിട്ടുക. 2 കാർബണാറ്റുള്ള ആൽക്കഹോൾ പ്രോഡക്റ്റായിട്ട് കിട്ടി. ഇനി നോക്കി എസ്റ്റർ. എസ്റ്റർ എന്ന് പറഞ്ഞാൽ 2 ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഇടയിൽ COO വന്നാൽ അതിൻ്റെ പേര് എസ്റ്റർ എന്നാണ്. അങ്ങനെ എസ്റ്റർ, ഈ എസ്റ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? റിഡക്ഷൻ നടത്തുകയാണ്. ദാറ്റ് ഈസ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആഡ് ചെയ്തു ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. അപ്പോൾ നമുക്ക് എസ്റ്ററിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്താൽ നമുക്ക് അവിടെ കിട്ടുക പിന്നെ ആൽക്കഹോളിൻ്റെ പ്രോഡക്റ്റ് കിട്ടും. 2 ആൽക്കഹോൾ കിട്ടും. ഇപ്പോൾ CH3 CH2OH പ്ലസ് C2H5OH.
അതായത് ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ആണ്. അപ്പോൾ എത്ര ഹൈഡ്രജനാണ് ആവശ്യമുള്ളത് അത്രയും ഹൈഡ്രജൻ അവിടെ റിസീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാർബോക്സിലിക് ആസിഡ് എസ്റ്ററിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്തു. ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് വി ഗെറ്റ് CH3CH2OH പ്ലസ് C2H5OH. ഇത്രയാണ് നമുക്ക് ആൽക്കഹോൾ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ മെത്തേഡ്. അല്ലെങ്കിൽ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് വെച്ചിട്ട് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോളുകൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്നുള്ള ഭാഗം നന്നായിട്ട് നിങ്ങൾ വായിക്കുക വേണം. അപ്പോൾ നമുക്ക് ആൽക്കഹോൾ, ഫിനോൾ, ഈതർ എന്നുള്ള ചാപ്റ്ററിലെ പ്രിപ്പറേഷൻ ഓഫ് ഫിനോളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫിനോളിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. നമുക്കറിയാം ഫിനോൾ എന്ന് പറയുമ്പോൾ ബെൻസീൻ റിങ്ങിൻ്റെ മേലെ OH വരുമ്പോഴാണ് നമ്മൾ ഫിനോൾ എന്ന് വിളിക്കുക അല്ല. ബെൻസീനിലെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് പകരം OH വന്നപ്പോൾ അതിൻ്റെ പേരെന്തായി, ഫിനോൾ എന്നായി. അതായത് C6H5OH, ദാറ്റ് ഈസ് ഫിനോൾ. ഫിനോൾ എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫ്രം ക്ലോറോബെൻസീൻ. ക്ലോറോബെൻസീനിൽ നിന്നും ഫിനോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഈ ക്ലോറോബെൻസീനിൽ നിന്ന് ഫിനോൾ ഉണ്ടാക്കുന്ന മെത്തേഡിനെ ഡൗസ് പ്രോസസ് എന്നാണ് പറയാം. ഡൗസ് പ്രോസസ് നമ്മൾ ചെയ്യണത്, ആദ്യം നമ്മൾ ക്ലോറോബെൻസീൻ എടുത്തു. ക്ലോറോബെൻസീന് നമ്മൾ ഒരു 10% സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടത്താം. ക്ലോറോബെൻസീനും സോഡിയം ഹൈഡ്രോക്സൈഡും അറ്റ് 300 ഡിഗ്രി സെൽഷ്യസ്. 300 ഡിഗ്രി സെൽഷ്യസ് വേണം. വെരി ഹൈ പ്രഷർ 200 ATM. 200 ATM പ്രഷർ ആൻഡ് കോപ്പർ സാൾട്ട് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റായിട്ട് കോപ്പർ സാൾട്ട്. ടെമ്പറേച്ചർ 300 ഡിഗ്രി സെൽഷ്യസ്, പ്രഷർ 200 ATM. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ക്ലോറോബെൻസീനെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുക C6H5ONA, സോഡിയം ഫിനോക്സൈഡ് എന്നുള്ള പ്രോഡക്റ്റ് കിട്ടും. സോഡിയം ഫിനോക്സൈഡ്. ഈ സോഡിയം ഫിനോക്സൈഡിന് നമ്മൾ അസിഡിഫിക്കേഷൻ നടത്താം. HCl-ഉമായിട്ടൊക്കെ റിയാക്ഷൻ നടക്കുക, ഏതെങ്കിലും മിനറൽ ആസിഡുമായിട്ട് റിയാക്ഷൻ നടക്കാം. ഇപ്പം HCl ആയിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത് വിചാരിച്ചോ. അപ്പോൾ HCl ആയിട്ടാണെങ്കിൽ ആ CL-ഉം ഈ NA-യും കൂടെ എന്താവും, NaCl ആയിട്ട് പോകും. ആ H നേരെ മേലെ കയറി വരും. അപ്പോൾ എന്ത് വരും, ഫിനോള് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അതായത് സോഡിയം ഫിനോക്സൈഡിന് നമ്മൾ അസിഡിഫിക്കേഷൻ നടത്തുമ്പോൾ വി ഗെറ്റ് ഫിനോൾ ആസ് ദി പ്രോഡക്റ്റ്. നമ്മൾ ഫസ്റ്റ് ക്ലോറോബെൻസീനിൽ നിന്നാണ് ആ റിയാക്ഷൻ്റെ പേര് ദ ഡൗസ് പ്രോസസ്. ക്ലോറോബെൻസീൻ റിയാക്ട് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് അറ്റ് 300 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ, 200 ATM pressure and in the presence of copper salt as catalyst. We get sodium phenoxide. Then on acidification we get phenol as the product. Then second one, from benzene sulfonic acid. Benzene sulfonic acid നിന്ന് നമുക്ക് ഫിനോൾ ഉണ്ടാക്കാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബെൻസീൻ സൾഫോണിക് ആസിഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഫിനോൾ ഉണ്ടാക്കാൻ കഴിയൂല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ ബെൻസീൻ സൾഫോണിക് ആസിഡ് C6H5SO3H അതിനെ നമ്മൾ അതിനെ സാൾട്ടാക്കിയിട്ട് മാറ്റും. എന്നിട്ട് ആ സാൾട്ടിൽ നിന്നാണ് എന്ത് ചെയ്യുക, ഫിനോൾ ഉണ്ടാക്കാം. ആ ബെൻസീൻ സൾഫോണിക് ആസിഡ് പ്ലസ് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH gives C6H5SO3Na. C6H5SO3Na. ഇപ്പം നമുക്കൊരു സോഡിയം സാൾട്ട് കിട്ടി പ്ലസ് വാട്ടർ. ഇനി നമ്മൾ ഈ കോമ്പൗണ്ടിനെ, ഈ സാൾട്ടിനെയാണ് നമ്മൾ എടുക്കുക. ഈ സാൾട്ട് നമ്മൾ എടുത്തു. C6H5 ആണ് നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുള്ളത്. ബെൻസീൻ എന്ന് പറയുമ്പോൾ C6H6 ആണ്. അതിൽ ഒരു ഹൈഡ്രജൻ മാറ്റിയാൽ C6H5SO3Na. അതിന് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടക്കാം, ഫ്യൂസ് ചെയ്യാം. സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടത്തിയപ്പോൾ വി ഗെറ്റ് സോഡിയം ഫിനോക്സൈഡ്. ഈ സോഡിയം ഫിനോക്സൈഡിന് അസിഡിഫിക്കേഷൻ നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടും, ഫിനോള് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ബെൻസീൻ സൾഫോണിക് ആസിഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, അതിനെ ഫിനോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റൂല. ആസിഡ് ഈസ് ഫസ്റ്റ് കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് സാൾട്ട് by treating with sodium hydroxide. Then ഈ ബെൻസീൻ സോഡിയം
benzene sulfonate. This salt is fused with alkali, sodium hydroxide, and we get sodium phenoxide. On acidification, phenol is formed. Acidification നടത്തുമ്പോൾ എന്താ കിട്ടുക? ഫിനോൾ അവിടെ നിന്ന് ഫോം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഫിനോൾ പ്രിപ്പയർ ചെയ്യാനുള്ള 2 മെത്തേഡുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് മെത്തേഡ്, ഫ്രം ബെൻസീൻ ഡയസോണിയം സാൾട്ട്. ബെൻസീൻ ഡയസോണിയം സാൾട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണ് എടുക്കുന്നത്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ബെൻസീൻ റിങ്ങിൽ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് പകരം N2Cl വരിക. ഡയസോണിയം എന്ന് പറഞ്ഞാൽ N2 വരിക. നൈട്രജൻ ഗ്രൂപ്പിനെയാണ് അസോ ഗ്രൂപ്പ് എന്ന് വിളിക്കുക. അപ്പോൾ N2Cl വന്നാൽ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡായി. നമ്മളതിനെ ഹൈഡ്രോളിസിസ് നടത്തുക, ചൂടാക്കുകയും ചെയ്യാം. വെള്ളം ചേർത്തിട്ട് നമ്മൾ ചൂടാക്കാം. അപ്പോൾ C6H5N2Cl പ്ലസ് H2O എന്നിട്ട് വാം ചെയ്യാം. ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? വി ഗെറ്റ് ഫിനോൾ പ്ലസ് N2 പ്ലസ് HCl. കിട്ടുന്ന പ്രോഡക്റ്റ് ഫിനോൾ കിട്ടും, നൈട്രജൻ കിട്ടും, ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടും. അപ്പോൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ ഹൈഡ്രോളിസിസ് നടത്തുക, വാമിംഗ് നടത്തിയിട്ട് ഹൈഡ്രോളിസിസ് നടത്തുക. അതായത് വെള്ളം ചേർത്ത് ചൂടാക്കി കഴിഞ്ഞാൽ വി ഗെറ്റ് ഫിനോൾ, നൈട്രജൻ ആൻഡ് HCl. ദെൻ നമ്മൾ ലാസ്റ്റ് മെത്തേഡാണ് ഫ്രം കുമീൻ. കുമീൻ എന്നുള്ള കോമ്പൗണ്ട് ഈ ബെൻസീൻ റിങ്ങിൻ്റെ മേലെ CH3 അതായത് 2-ഫിനൈൽ പ്രൊപ്പെയിൻ അല്ലേ? ഇത് സെക്കൻഡ് കാർബൺ, അതിലൊരു ഫിനൈൽ ഗ്രൂപ്പ് 2-ഫിനൈൽ പ്രൊപ്പെയിൻ. അതിനെയാണ് നമ്മൾ കുമീൻ എന്ന് വിളിക്കുക. ഈ കുമീൻ ഉണ്ടാവുന്നത് നമ്മളെ ബെൻസീനും പ്രൊപ്പീനും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ്. ബെൻസീനും പ്രൊപ്പീനും റിയാക്ട് ചെയ്യും. എന്നിട്ട് ബെൻസീനിലെ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ആ പ്രൊപ്പീൻ അവിടേക്ക് കയറി വരും. അപ്പോൾ ബെൻസീനിലെ ആ ഹൈഡ്രജനും പ്രൊപ്പീനിലെ ഡബിൾ ബോണ്ടിൻ്റെ ഭാഗത്തുള്ള ഹൈഡ്രജൻ അവിടെ 3 ഹൈഡ്രജനായിട്ട് മാറും. അങ്ങനെയാണ് ഈ കോമ്പൗണ്ട് കിട്ടുക. 2-ഫിനൈൽ ബെൻസീനെയാണ് നമ്മൾ കുമീൻ എന്ന് വിളിക്കുക. ഈ കുമീനെ നമ്മൾ എയർ ഓക്സിഡേഷൻ നടക്കുക, അത് ഓക്സിജൻ നമ്മൾ കൊടുക്കുക. അപ്പോൾ എന്താ സംഭവിക്കണം നോക്ക്. ഇവിടെ ഇപ്പോൾ CH എന്നുള്ളത്, ബാക്കി CH3 ഒക്കെ അതേപോലെ തന്നെ നിലനിന്നു. ഈ CH എന്നുള്ള ഭാഗത്ത് ആര് വന്നു? 2 ഓക്സിജനും കൂടെ വന്നു. അങ്ങനെ COOH എന്നായിട്ട് മാറി. OOH എയർ ഓക്സിഡേഷൻ നടത്തിയപ്പോഴാണ്. എന്നിട്ട് നമ്മളതിനെ അസിഡിഫിക്കേഷൻ നടത്താം ബൈ യൂസിങ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു. അങ്ങനെ വരുമ്പോൾ നമുക്കവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ഒന്നിതാണ് CH3COCH3, ഒരു കീറ്റോൺ കിട്ടും. CH3COCH3 കീറ്റോൺ കിട്ടി. പിന്നെ ബാക്കിയുള്ള ആരാ? ഈ OH നേരെ ബെൻസീൻ റിങ്ങിലേക്ക് വന്നാൽ വി ഗെറ്റ് ഫിനോൾ. ആ പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്? ഫിനോൾ പ്ലസ് CH3COCH3 ദാറ്റ് ഈസ് കീറ്റോൺ. അപ്പോൾ കുമീൻ്റെ സ്ട്രക്ചർ എക്സാമിന് ചോദിക്കും. കുമീൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? 2-ഫിനൈൽ പ്രൊപ്പൈനെയാണ് നമ്മൾ കുമീൻ എന്ന് വിളിക്കുക. അതായത് ബെൻസീൻ റിംഗ് വരയ്ക്കുക, നേരെ മേലെ CH, അപ്പുറത്തൊരു CH3, ഇപ്പുറത്തൊരു CH3 ദാറ്റ് ഈസ് കുമീൻ. കുമീന് നമ്മൾ എയർ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ കുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് എന്നുള്ള കോമ്പൗണ്ട് കിട്ടും. കുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് വിച്ച് ഈസ് ട്രീറ്റഡ് വിത്ത് dilute sulfuric acid, we get phenol and acetone as the products. Then physical properties of alcohol. ആൽക്കഹോളിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്കൽ സ്റ്റേറ്റുകളാണ്. ഫിസിക്കൽ സ്റ്റേറ്റ്, ഫിസിക്കൽ സ്റ്റേറ്റ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ലോവർ മെമ്പേഴ്സ് ചെറിയ ആൽക്കഹോളുകൾ, മീഥൈൽ ആൽക്കഹോളും അതേപോലെ ഈഥൈൽ ആൽക്കഹോൾ പോലെയുള്ള ലോവർ മെമ്പേഴ്സ് ആർ കളർലെസ് ലിക്വിഡ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ വിത്ത് സ്വീറ്റ് സ്മെൽ ആൻഡ് ബേണിംഗ് ടേസ്റ്റ്. ലോവർ മെമ്പേഴ്സ് ലൈക്ക് methanol, methyl alcohol and ethyl alcohol are colorless liquids at room temperature with sweet smell and burning taste. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലിക്വിഡ് ആണ്, കളർലെസ് ലിക്വിഡ്, സ്വീറ്റ് സ്മെൽ
ആൻഡ് ബേണിംഗ് ടേസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ സോലുബിലിറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആൽക്കഹോളിൻ്റെ സോലുബിലിറ്റി, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ലോവർ മെമ്പേഴ്സ് ഓഫ് ആൽക്കഹോൾ, ചെറിയ ആൽക്കഹോളുകളൊക്കെ വാട്ടറിൽ സോലുബിൾ ആണ്. ലോവർ മെമ്പേഴ്സ് ഓഫ് ആൽക്കഹോൾ ആർ സോലുബിൾ ഇൻ വാട്ടർ. എന്തുകൊണ്ട് വാട്ടറിൽ സോലുബിൾ ആകുന്നു? ദിസ് ഈസ് ഡ്യൂ ടു ദെയർ ക്യാപ്പബിലിറ്റി ഓഫ് ഫോമിങ് ഹൈഡ്രജൻ ബോണ്ട് വിത്ത് വാട്ടർ മോളിക്യൂൾ. വാട്ടർ മോളിക്യൂളുകളുമായി ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ആൽക്കഹോളിനെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ CH3OH അല്ലേ, മെത്തനോൾ. അത് നമുക്ക് അതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കാം, വാട്ടർ ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? H2O നമ്മൾ ആഡ് ചെയ്യാം. HOH ഇങ്ങനെ കൊടുത്തൂടെ, H2O. ഇനി നോക്ക്, ഈ ആൽക്കഹോളിലെ ഹൈഡ്രജനും വാട്ടറിലെ ഓക്സിജനും തമ്മിൽ ഒരു ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യും. അങ്ങനെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിന് സോലുബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ലോവർ മെമ്പേഴ്സ് ഓഫ് ആൽക്കഹോൾസ് ആർ സോലുബിൾ ഇൻ വാട്ടർ. ദിസ് ഈസ് ഡ്യൂ ടു their capability of forming hydrogen bond with water molecule. ഇനി as the molecular size increases, the molecular mass of alcohol കൂടാണ് വിചാരിക്കാം. ഇപ്പം മീഥൈൽ എന്നുള്ളത് ഈഥൈൽ, പ്രൊപ്പൈൽ, ബ്യൂട്ടൈൽ അങ്ങനെ വലുതാവുകയാണെങ്കിൽ solubility in water decreases. വാട്ടറിലുള്ള സോലുബിലിറ്റി കുറയും. ദിസ് ഈസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. അതായത് ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് സോലുബിലിറ്റി കുറയുന്നു. അപ്പോൾ ചെറിയ ആൽക്കഹോളുകളൊക്കെ വാട്ടറിൽ സോലുബിളാണ്. ഇനി മോളിക്കുലാർ മാസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ സൈസ് വലുതാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ ആൽക്കഹോളുകളുടെ ഹയർ ആൽക്കഹോളുകളുടെ കേസിൽ സോലുബിലിറ്റി അല്പം കുറവായിരിക്കും. ദെൻ നമുക്ക് ബോയിലിംഗ് പോയിന്റ് എങ്ങനെ നോക്കാം. ബോയിലിംഗ് പോയിന്റ് ആൽക്കഹോളിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ബോയിലിംഗ് പോയിന്റ്. അതായത് ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് ആൽക്കഹോൾ ആർ ജനറലി ഹയർ ദാൻ ദോസ് ഓഫ് ഹൈഡ്രോകാർബൺ. ഇപ്പോൾ നോർമലി ഒരു മീഥൈൻ ഓർ ഈഥൈൻ എടുക്കുക, ഈഥൈനും എടുത്തു, അപ്പുറത്ത് എത്തനോളും എടുത്തു. അത് സ്വാഭാവികമായിട്ടും ആർക്കായിരിക്കും ബോയിലിംഗ് പോയിന്റ് കൂടുക? ആൽക്കഹോളിനായിരിക്കും. കാരണം അവിടെ മോളിക്കുലാർ മാസ് കൂടുകയാണ് ചെയ്യുന്നത്. ആ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾ ആർ ജനറലി ഹയർ ദാൻ ദോസ് ഓഫ് ഹൈഡ്രോകാർബൺ, ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് ഈതേഴ്സ് ഓഫ് കമ്പയറബിൾ മോളിക്കുലാർ മാസ്. ഒരേ മോളിക്കുലാർ മാസ് ഉള്ള ഈതർ, ഹാലോ ആൽക്കൈൽ, അതായത് ആൽക്കൈൽ ഹാലൈഡ്, ഹൈഡ്രോകാർബൺ ഇവരൊക്കെ എടുക്കുമ്പോൾ ഇവരെക്കാളും ബോയിലിംഗ് പോയിന്റ് ആർക്ക് കൂടുതലായിരിക്കും? നമ്മുടെ ആൽക്കഹോളിന് കൂടുതലായിരിക്കും. ദിസ് ഈസ് ഡ്യൂ ടു അസോസിയേഷൻ ഓഫ് ആൽക്കഹോൾ ത്രൂ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ദിസ് ഈസ് ഡ്യൂ ടു അസോസിയേഷൻ ഓഫ് ആൽക്കഹോൾ ത്രൂ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിലൂടെ ആൽക്കഹോളുകൾ പരസ്പരം കൂടിച്ചേരുന്നത് കൊണ്ടാണ് അവരുടെ ബോയിലിംഗ് പോയിന്റ് കൂടുന്നത്. ഇനി ഈ ആൽക്കഹോളിന്റെ സൈസ് ഇങ്ങനെ വലുതാവുക വിചാരിക്കാം. ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് കൂടുമ്പോൾ ആൽക്കഹോളിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. അതായത് CH3OHനേക്കാളും ബോയിലിംഗ് പോയിന്റ് C2H5OH എത്തനോളിനായിരിക്കും. പക്ഷേ ഐസോമറിക് ആൽക്കഹോൾ എടുക്കാം, അത് സെയിം മോളിക്കുലാർ ഫോർമുലയിൽ ആൽക്കഹോൾ എടുക്കുമ്പോൾ ബ്രാഞ്ചിങ് കൂടുന്ന സമയത്ത് അവിടെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. ബ്രാഞ്ചിങ് കൂടിയാൽ ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ്. ആ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ മോളിക്കുലാർ മാസ്. ഇൻ ഐസോമറിക് ആൽക്കഹോൾ the boiling point decreases with the increase in branching. Then നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ അടുത്തതായിട്ട് നമുക്ക് ടോക്സിസിറ്റി ഓഫ് ആൽക്കഹോൾ. Toxicity of alcohol. The toxicity of alcohol is mainly due to their biological oxidation
ടേക്സ് പ്ലേസ് ഇൻ ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസത്തിൽ ബയോളജിക്കൽ ഓക്സിഡേഷൻ നടക്കുന്നത് കൊണ്ടാണ് ഈ ആൽക്കഹോളുകൾ ടോക്സിക് ആയിട്ട് മാറുന്നത്. ഇപ്പം ഈഥൈൽ ആൽക്കഹോൾ, മെത്തനോൾ, ഇറ്റ് ഈസ് ഹൈലി ടോക്സിക്. ഈഥൈൽ ആൽക്കഹോൾ ഈസ് നോൺ ടോക്സിക് ബട്ട് പ്രൊഡ്യൂസേഴ്സ് ഫിസിയോളജിക്കൽ എഫക്റ്റ്. എത്തനോൾ ടോക്സിക് അല്ല, പക്ഷെ ഒരുപാട് ഫിസിയോളജിക്കൽ എഫക്റ്റ് ഉണ്ടാക്കും. നമുക്ക് ആ ബാലൻസ് തെറ്റുന്ന രൂപത്തിലൊക്കെയുള്ള ഒരുപാട് എഫക്റ്റുകൾ ഉണ്ടാക്കാൻ എത്തനോളിന് കഴിയും. ദ ടോക്സിക് എഫക്റ്റ് ഡിക്രീസസ് ഓൺ ഇൻക്രീസിങ് മോളിക്കുലാർ മാസ് ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോളിൻ്റെ മോളിക്കുലാർ മാസ് കൂടുന്നതിനനുസരിച്ച് ടോക്സിക് എഫക്റ്റ് കുറയാണ് ചെയ്യുക. അത് ശ്രദ്ധിക്കേണ്ടത്, എന്തുകൊണ്ട് ആൽക്കഹോൾ ടോക്സിക് ആയി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദയർ ബയോളജിക്കൽ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് ഇൻ ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസത്തിൽ ബയോളജിക്കൽ ഓക്സിഡേഷൻ നടക്കുന്നത് കൊണ്ടാണ് ആൽക്കഹോൾസ് ടോക്സിക് ആയിട്ട് മാറിയത്. മെത്തനോൾ ഈസ് ഹൈലി ടോക്സിക്. എത്തനോൾ ഈസ് നോൺ ടോക്സിക് ബട്ട് പ്രൊഡ്യൂസസ് ഫിസിയോളജിക്കൽ എഫക്ട്സ്. The toxic effect decreases on increasing the molecular mass of alcohols. Physical properties of phenol. ഫിനോളിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ശ്രദ്ധിക്കുക. ഫിനോൾ എന്നുള്ളത് ഇറ്റ് ഈസ് എ വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ്. ഫിനോൾ ഈസ് എ വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ്. പക്ഷേ ഇത് വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണെങ്കിലും ബട്ട് ഇറ്റ് യൂഷ്വലി ടേൺസ് ഇൻ ടു റെഡിഷ് ബ്രൗൺ. ഇത് വേഗത്തിൽ എന്തായിട്ട് മാറുന്നുണ്ട്? റെഡിഷ് ബ്രൗൺ ആയിട്ട് മാറുന്നുണ്ട്. വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് വേഗം എന്തായിട്ട് മാറും? റെഡിഷ് ബ്രൗൺ ആയിട്ട് മാറും ഡ്യൂ ടു അറ്റ്മോസ്ഫെറിക് ഓക്സിഡേഷൻ. ഫിനോള് പിന്നെ ഓക്സിഡേഷൻ നടന്നിട്ട് എന്ത് ചെയ്യും? ഈ വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് നേരെ റെഡിഷ് ബ്രൗൺ കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. പിന്നെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ഫിനോൾ ആർ ഹയർ ദാൻ ദോസ് ഓഫ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺ. ഏതൊരു അരോമാറ്റിക് ഹൈഡ്രോകാർബൺ, അതായത് ബെൻസീനേക്കാളും മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ ഫിനോളിൽ കൂടുതലാണ്. കാരണം ഫിനോളിൽ എന്തുണ്ട്? OH ഗ്രൂപ്പ് ഉണ്ട്. ആ സ്വാഭാവികമായിട്ടും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാം. ദിസ് ഈസ് ബിക്കോസ് ഓഫ് അസോസിയേഷൻ ഓഫ് ഫിനോൾ മോളിക്യൂൾസ് ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. ആ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടാനുള്ള കാരണം അസോസിയേഷൻ ഓഫ് ഫിനോൾ മോളിക്യൂൾ ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് അവിടെ പ്രസൻ്റാണ്. ആ ഫിനോളുകൾ കൂടിച്ചേരുമ്പോൾ അവിടെ ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഫിനോളിൻ്റെ കേസിൽ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആർ ഹയർ ദാൻ ദാറ്റ് ഓഫ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺ എന്ന് പറയാം. ദെൻ തേർഡ് വൺ, സോലുബിലിറ്റി. സോലുബിലിറ്റി. ഈ ഫിനോള് സ്ലൈറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ ചെറുതായിട്ടൊക്കെ സോലുബിൾ ആവുള്ളൂ. ആൻഡ് റെഡിലി സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവെൻസ്. ആൽക്കഹോൾ പോലെയുള്ള മറ്റു ഓർഗാനിക് സോൾവെൻറ്റുകളിലൊക്കെ ഫിനോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഡിസോൾവ് ചെയ്യും. വാട്ടറിൽ അതിൻ്റെ സോലുബിലിറ്റി കുറച്ച് കുറവാണ്. ഇനി സോലുബിലിറ്റി ഉണ്ട്, അല്ല വാട്ടറിൽ ചെറുതായിട്ടെങ്കിലും ഉണ്ട്, സ്ലൈറ്റ്ലി സോലുബിളാണ്. ഈ സോലുബിലിറ്റി ഇൻ വാട്ടർ ഈസ് പ്രോബബ്ലി ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് വിത്ത് വാട്ടർ. വാട്ടറുമായിട്ട് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഫിനോളിന് കുറച്ചെങ്കിലും ചെറിയ രൂപത്തിലെങ്കിലും വാട്ടറിൽ സോലുബിലിറ്റി ഉണ്ട് എന്ന് പറയണത്. അപ്പോൾ വാട്ടറിൻ്റെ സോലുബിലിറ്റിക്കുള്ള റീസൺ എന്താണ്? പ്രസൻസ് ഓഫ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അത് വാട്ടറുമായിട്ട് ഫിനോൾ എന്ത് ചെയ്യുന്നു? ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് വാട്ടറിൽ ഫിനോൾ ഡിസോൾവ് ചെയ്യുന്നത്. The next, toxicity. Toxicity. Phenol is highly toxic and causes blisters on the skin. ഫിനോൾ ഹൈലി ടോക്സിക് ആണ്. സ്കിന്നിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു പാട്, ഒരു കറുത്ത രൂപത്തിലുള്ള ഒരു ഡോട്ട്സ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. Phenol is highly toxic and causes blisters on the skin. Phenol is highly toxic.
ഹൈലി ടോക്സിക്. അപ്പോൾ ഇതാണ് ഫിനോളിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആൽക്കഹോളിൻ്റെയും ഫിനോളിൻ്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടി പഠിച്ചു. ഇനി നമ്മൾ നേരെ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോവുകയാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോളിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതിൽ ഫസ്റ്റ് വൺ അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ. എന്തുകൊണ്ട് ആൽക്കഹോൾ അസിഡിക്കായി? അപ്പോൾ നമുക്കറിയാം ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ROH എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ് അല്ലേ. OH എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ കോമ്പൗണ്ട് OH എന്നുള്ളത് എന്താണ്? പോളാറാണ്. ഈ പോളാർ സ്വഭാവം ഉണ്ടായതുകൊണ്ടാണ് ആ കോമ്പൗണ്ട് എന്തായിട്ട് മാറുന്നത്? അസിഡിക് ആയിട്ട് മാറുന്നത്. അപ്പോൾ അസിഡിസിറ്റിക്കുള്ള കാരണം ഡ്യൂ ടു പോളാർ നേച്ചർ. ഇപ്പം നോക്ക്, ഈ OH കൂടെ ഇപ്പോൾ ഇവിടെ CH3 വന്നു, ദാറ്റ് ഈസ് മെത്തനോൾ. OH കൂടെ C2H5 വന്നു, എത്തനോൾ. ഇങ്ങനെ വരും. അങ്ങനെ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ സൈസ് ഇങ്ങനെ കൂടുമ്പോൾ ഈ ആൽക്കൈൽ ഗ്രൂപ്പുകളൊക്കെ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പുകളാണ്. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ സൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ ഇലക്ട്രോൺസിന് ഈ ഓക്സിജൻ്റെ അടുത്തേക്ക് കിട്ടും. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ പോളാർ ക്യാരക്ടർ കുറയും. പോളാർ ക്യാരക്ടർ കുറയുമ്പോൾ അസിഡിറ്റി കുറയാണ് ചെയ്യുക. പോളാർ ക്യാരക്ടർ കുറയും, അതുകൊണ്ട് അതിൻ്റെ അസിഡിക് ക്യാരക്ടറും കുറയുന്നു. അപ്പോൾ അസിഡിക് ക്യാരക്ടറിൻ്റെ ഓർഡർ നോക്ക്. ഏറ്റവും കൂടുതൽ അസിഡിക് സ്വഭാവം കാണിക്കുക CH3OH. അതിനേക്കാളും കുറവാണ് മറ്റു പ്രൈമറി ആൽക്കഹോളുകൾ. അതിനേക്കാളും കുറവ് സെക്കൻഡറി ആൽക്കഹോൾ. ഏറ്റവും കുറഞ്ഞ അസിഡിറ്റി ഉള്ളത് ടെർഷറി ആൽക്കഹോൾ. CH3OH ഗ്രേറ്റർ ദാൻ പ്രൈമറി ആൽക്കഹോൾ, ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ആൽക്കഹോൾ, ഗ്രേറ്റർ ദാൻ ടെർഷറി ആൽക്കഹോൾ. ആൽക്കഹോൾസ് ആർ വീക്കർ ആസിഡ് ദാൻ വാട്ടർ. ആൽക്കഹോളുകൾ വാട്ടറിനേക്കാളും വീക്കായിട്ടുള്ള ആസിഡാണെന്ത്? ആൽക്കഹോൾസ് ആർ വീക്കർ ആസിഡ് ദാൻ വാട്ടർ. കാരണം ചില സമയങ്ങളിൽ ആൽക്കഹോള് ആസിഡുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ അവിടുത്തെ H+ അയോണിനെ, അതായത് പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ആൽക്കഹോളുകൾ എന്ത് ചെയ്യാറുണ്ട്? പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരെ നമ്മൾ ബേസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ചില സമയങ്ങളിൽ ആൽക്കഹോൾ അസിഡിറ്റി പറ്റ കുറഞ്ഞ് ബേസിക് ക്യാരക്ടർ വരെ കാണിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ ഈസ് ഡ്യൂ ടു പോളാർ നേച്ചർ. അസിഡിറ്റിയുടെ ഓർഡർ CH3OH ഗ്രേറ്റർ ദാൻ പ്രൈമറി ആൽക്കഹോൾ, ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ആൽക്കഹോൾ, ഗ്രേറ്റർ ദാൻ ടെർഷറി ആൽക്കഹോൾ. ആൽക്കഹോൾസ് ആർ വീക്കർ ആസിഡ് ദാൻ വാട്ടർ. വാട്ടറിനേക്കാളും വീക്കായിട്ടുള്ള ആസിഡാണ് ഏത്? ആൽക്കഹോൾസ്. ഇനി നമുക്ക് ഈ ആൽക്കഹോളിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ആൽക്കഹോൾ ലാർജ്ലി ഡിറ്റർമിൻഡ് ബൈ ഫങ്ഷണൽ ഗ്രൂപ്പ്. OH എന്നുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ആ ഫങ്ഷണൽ ഗ്രൂപ്പ് കൊണ്ടാണ് കെമിക്കൽ റിയാക്ഷൻ കൂടുതലായിട്ടും ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്. അങ്ങനെ 3 ടൈപ്പ് കെമിക്കൽ റിയാക്ഷനാണ് ഇവിടെ സാധാരണ സംഭവിക്കുക. അതിൽ നമുക്ക് ഫസ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റിയാക്ഷൻസ് ഇൻവോൾവിങ് ക്ലീവേജ് ഓഫ് COH ബോണ്ട്. കെമിക്കൽ റിയാക്ഷനിൽ ഫസ്റ്റ് വൺ ആണ് reactions involving cleavage of COH bond. അതായത് ആൽക്കൈൽ ഗ്രൂപ്പിൽ നിന്ന് OH എന്നുള്ളത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകുന്ന ആ രൂപത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻ. അതിന് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ്. റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ്. ഹൈഡ്രജൻ ഹാലൈഡ്. അപ്പം നമുക്ക് ഒരു ആൽക്കഹോൾ എടുക്കാം. CH3CH2OH ആൽക്കഹോളാണ്. ഈ ആൽക്കഹോളിനെ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് റിയാക്ഷൻ നടക്കുക. എക്സെപ്റ്റ് HF. ഹൈഡ്രജൻ ഫ്ലോറൈഡ് എന്നുള്ളത് ഒരു ഹൈഡ്രജൻ ഹാലൈഡാണ്. അതേറ്റ് റിയാക്ഷൻ നടക്കണില്ല. ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് HCl, HBr, HI ഇവരൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക? റിയാക്ഷൻ നടക്കാം. ഇപ്പം CH3CH2OH പ്ലസ് HCl. റിയാക്ഷൻ നടക്കുന്നത്
ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്. എന്തിൻ്റെ പ്രസൻസിലാണ്? അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുക. അതിൻ്റെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ OH റീപ്ലേസ്ഡ് ബൈ ഹാലജൻ. ഹാലജൻ വന്നിട്ട് എന്ത് ചെയ്യും? OH അവിടുന്ന് പോകും. അതാണ് പ്രോഡക്റ്റ്. അപ്പോൾ ഏതാ പ്രോഡക്റ്റ് വരിക? CH3 CH2 Cl പ്ലസ് ഈ എച്ചും OHും കൂടെ കൂടിയിട്ട് വാട്ടർ മോളിക്യൂൾ പ്ലസ് H2O. CH3 CH2OH plus HCl gives, in presence of anhydrous zinc chloride, we get CH3 CH2Cl. ഈതൈൽ ക്ലോറൈഡ് ഒരു ഹാലോ ആൽക്കൈനാണ് കിട്ടിയത് പ്ലസ് വാട്ടർ മോളിക്യൂൾ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിൻ്റെയും അതേപോലെ കോൺസെൻട്രേറ്റഡ് HClൻ്റെയും ഈ ഒരു മിക്സ്ചർ, അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും കോൺസെൻട്രേറ്റഡ് HClഉം കൂടിയ മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് ലൂക്കാസ് റിയേജന്റ് എന്നാണ് വിളിക്കുക. ലൂക്കാസ് റിയേജന്റ്. സോ വാട്ട് ഈസ് ലൂക്കാസ് റിയേജന്റ്? ഇറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. അതാണ് ലൂക്കാസ് റിയേജന്റ്. അപ്പോൾ ലൂക്കാസ് റിയേജന്റുമായിട്ട് റിയാക്ഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് ഹാലോ ആൽക്കൈനാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഈ ലൂക്കാസ് റിയേജന്റുമായിട്ടുള്ള റിയാക്ഷൻ, അതായത് ലൂക്കാസ് ടെസ്റ്റ് എന്ന് വിളിക്കും. ഈ ലൂക്കാസ് ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോളുകളെ വേർതിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ലൂക്കാസ് ടെസ്റ്റ് ഉപയോഗിക്കുക. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോളുകളെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റാണ് എന്ത്? ലൂക്കാസ് ടെസ്റ്റ്. അതിലുപയോഗിക്കുന്ന റിയേജൻ്റാണ് ലൂക്കാസ് റിയേജന്റ്. ലൂക്കാസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? മിക്സ്ചർ ഓഫ് അൺഹൈഡ്രസ് ZnCl2 ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. ഇനി എങ്ങനെയാണ് ലൂക്കാസ് ടെസ്റ്റ് നോക്കാം. ലൂക്കാസ് ടെസ്റ്റ് പറഞ്ഞത്, ഇപ്പോൾ ടെർഷറി ആൽക്കഹോൾ ലൂക്കാസ് റിയേജന്റുമായിട്ട് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ദാറ്റ് ഗീവ്സ് ടെർബിഡിറ്റി ഇമ്മീഡിയറ്റ്ലി. വളരെ പെട്ടെന്ന് തന്നെ അവിടെ ടെർബിഡിറ്റി ഫോം ചെയ്യുന്നു. ആ ടെർഷറി ആൽക്കഹോൾ ഗീവ്സ് turbidity immediately. Tertiary alcohol gives turbidity immediately. വളരെ പെട്ടെന്ന് ടെർബിഡിറ്റി തരുന്നു എന്നുള്ളതാണ് പിന്നെ ടെർഷറി ആൽക്കഹോളും ലൂക്കാസ് റിയേജന്റ് തമ്മിൽ റിയാക്ഷൻ നടന്നാൽ കിട്ടുക. അപ്പം നമുക്കൊരു ടെർഷറി ആൽക്കഹോൾ നോക്കാം. OH ടെർഷറി ആൽക്കഹോൾ ആകുമ്പോൾ OH അറ്റാച്ച് ചെയ്ത കാർബൺ 3 ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച്മെന്റ് വരണം. ദിസ് ഈസ് ടെർഷറി ആൽക്കഹോൾ. റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് HCl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് ZnCl2. എന്താ പ്രോഡക്റ്റ് ഉണ്ടാവുക? ഈ OH മാറിയിട്ട് പകരം ആര് വരും? Cl വരും. അപ്പോൾ നമ്മളെ പ്രോഡക്റ്റ് Cl CH3 ഇതാണ് നമ്മളെ പ്രോഡക്റ്റ്. പ്ലസ് പിന്നെ ആരും കൂടെ ഉണ്ടാവും? പ്ലസ് H2O ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടായി. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ടെർഷറി ആൽക്കഹോൾ റിയാക്ട് വിത്ത് ലൂക്കാസ് റിയേജന്റ്, വി ഗെറ്റ് ടെർബിഡിറ്റി ഇമ്മീഡിയറ്റ്ലി. വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? ടെർബിഡിറ്റി കിട്ടുന്നു. ഇനി അതേസമയം സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ നോക്കൂ, സെക്കൻഡറി ആൽക്കഹോൾ ഗീവ്സ് ടെർബിഡിറ്റി വിത്തിൻ 5 minutes. സെക്കൻഡറി ആൽക്കഹോൾ ഗീവ്സ് ടെർബിഡിറ്റി വിത്തിൻ 5 minutes. അതായത് ചെറിയൊരു താമസം വരും. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെയാണ് ടെർബിഡിറ്റി കിട്ടുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം തന്നിരിക്കുന്ന ആൽക്കഹോൾ ഏതാണ്? സെക്കൻഡറി ആൽക്കഹോൾ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സെക്കൻഡറി ആൽക്കഹോൾ ഉണ്ടാക്കൽ ഇങ്ങനെയാണ് അല്ലേ? OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ട കാർബൺ വിച്ച് ഈസ് അറ്റാച്ച്ഡ് വിത്ത് 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ്, ദാറ്റ് ഈസ് സെക്കൻഡറി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ആ രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുത്താം. സോ സെക്കൻഡറി ആൽക്കഹോൾ റിയാക്ട് വിത്ത് ലൂക്കാസ് റിയേജന്റ്, വി ഗെറ്റ് ടെർബിഡിറ്റി വിത്തിൻ 5 minutes. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യണത്? ടെർബിഡിറ്റി നമുക്ക് കിട്ടുന്നത്. ഇനി അതേസമയം പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിലോ, പ്രൈമറി ആൽക്കഹോൾ വളരെ
primary alcohol develop no turbidity at room temperature. റൂം ടെമ്പറേച്ചറിൽ ടർബിഡിറ്റി തരുന്നേ ഇല്ല. പ്രൈമറി ആൽക്കഹോൾ HCl-ഉം അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡുമായിട്ട് റിയാക്ഷൻ നടന്നാൽ നോ റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് റൂം ടെമ്പറേച്ചർ. ആ പ്രൈമറി ആൽക്കഹോൾ ഗീവ് നോ ടർബിഡിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പം നമുക്കിവിടെ കൊടുക്കാം പ്രൈമറി ആൽക്കഹോൾ gives no turbidity, gives no ടർബിഡിറ്റി തരുന്നില്ല. അതായത് ഇപ്പോൾ നമുക്കൊരു പ്രൈമറി ആൽക്കഹോൾ എടുക്കുകയാണ്, CH3CH2OH plus HCl in presence of anhydrous zinc chloride, then our product is no reaction. അവിടെ എന്ത് നടക്കണില്ല? റിയാക്ഷൻ നടക്കണില്ല അറ്റ് റൂം ടെമ്പറേച്ചർ. അത് മനസ്സിലാക്കി വെക്കുക. ലൂക്കാസ് ടെസ്റ്റ് എന്താണ്? ലൂക്കാസ് റിയേജന്റ് ഉപയോഗിച്ച് നടത്തുന്ന ടെസ്റ്റുകളെയാണ് നമ്മൾ ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറയാം. വാട്ട് ഈസ് ലൂക്കാസ് റിയേജന്റ്? മിക്സ്ചർ ഓഫ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. ടെർഷറി ആൽക്കഹോൾ ആണെങ്കിൽ ലൂക്കാസ് റിയേജന്റുമായിട്ട് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ദാറ്റ് ഗീവ്സ് ടർബിഡിറ്റി ഇമ്മീഡിയറ്റ്ലി. Secondary alcohol react with Lucas reagent gives turbidity within 5 minutes. Tertiary alcohol ആണെങ്കിലോ no reaction takes place. A tertiary alcohol develop no turbidity at room temperature with Lucas reagent. Okay. ഇങ്ങനെ നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോളുകളെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ വരുന്ന അടുത്തൊരു റിയാക്ഷൻ നോക്കാം. Reaction with phosphorus halides. Reaction with phosphorus halides. ഫോസ്ഫറസ് ഹാലൈഡുമായിട്ടുള്ള റിയാക്ഷൻ. ഇപ്പോൾ നമ്മളൊരു ആൽക്കഹോൾ എടുക്കുകയാണ്, CH3CH2OH പ്ലസ് PCl5. ഫോസ്ഫറസ് ഹാലൈഡ് അല്ലെ, ഫോസ്ഫറസ് പെൻറ്റാഹാലൈഡ് PCl5 ഉണ്ടാവും, ഫോസ്ഫറസ് ട്രൈഹാലൈഡ് PCl3 ഉണ്ടാവും. ഈ റിയാക്ഷനൊക്കെ നമ്മൾ ഹാലോ ആൽക്കെയിൻ എന്നുള്ള ചാപ്റ്ററിൽ അവിടെ ഹാലോ ആൽക്കെയിൻ, ആൽക്കൈൽ ഹാലൈഡിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് പഠിച്ചിട്ടില്ല. CH3CH2OH plus PCl5 gives the OH group replaced by halogen. CH3CH2Cl CH3CH2Cl plus POCl3 plus HCl POCl3 plus HCl. അപ്പോൾ ആൽക്കഹോള് PCl5 റിയാക്ഷൻ നടന്നാൽ നമുക്ക് എന്താ കിട്ടുക? CH3CH2Cl ഹാലോ ആൽക്കെയിൻ കിട്ടും, പ്ലസ് POCl3 കിട്ടും, ഫോസ്ഫറസ് ഓക്സി ക്ലോറൈഡ് പ്ലസ് HCl ഗ്യാസ്. ഇനി നമുക്ക് ആൽക്കഹോളിനെ നമ്മൾ PCl3 റിയാക്ഷൻ നടക്കാം. PCl3 ശ്രദ്ധിക്കുക, PCl3 എന്ന് പറയുമ്പോൾ 3 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ 3 ക്ലോറിനും ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടുന്ന് 3 OH പോകാൻ വേണം. അപ്പം നമുക്ക് 3 മോളിക്യൂൾ എടുത്തു. 3CH3CH2OH പ്ലസ് PCl3 gives എന്താ പ്രോഡക്റ്റ്? 3CH3CH2Cl 3CH3CH2Cl പ്ലസ് H3PO3 പ്ലസ് H3PO3 ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും. അതായത് ആൽക്കഹോള് ഫോസ്ഫറസ് ഹാലൈഡുമായിട്ട് റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ഹാലോ ആൽക്കെയിൻ പ്രോഡക്റ്റ് ആയിട്ട് വരാം. പിന്നെ അവിടെ വരുന്നത് ഇത് കാർബണും OH തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നടക്കുന്ന റിയാക്ഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു റിയാക്ഷനും കൂടെ പഠിക്കാണ്ട്, റിയാക്ഷൻ വിത്ത് തയണൈൽ ക്ലോറൈഡ്. റിയാക്ഷൻ വിത്ത് തയണൈൽ ക്ലോറൈഡ്, റിയാക്ഷൻ വിത്ത്
തയോണൈൽ ക്ലോറൈഡ്, അതായത് SOCl2. അപ്പോൾ നമുക്ക് നമ്മളൊരു ആൽക്കഹോൾ എടുക്കാം, CH3CH2OH പ്ലസ് SOCl2 തയോണൈൽ ക്ലോറൈഡ്. എന്തൊക്കെയാണ് പ്രോഡക്റ്റ്? OH റീപ്ലേസ്ഡ് ബൈ Cl, സോ CH3CH2Cl പ്ലസ് H ആൻഡ് ഹിയർ 1 chlorine is remaining. ഈ ഹൈഡ്രജനും ഈ ഒരു ക്ലോറിനും കൂടെ കൂടി ചേർന്ന് HCl പ്ലസ് SO2 സൾഫർ ഡയോക്സൈഡ് SO2. ഇതാണ് നമ്മൾ പ്രോഡക്റ്റ് കിട്ടുക. അതായത് ആൽക്കഹോള് തയണൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഹാലോ ആൽക്കൈനും ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസും സൾഫർ ഡയോക്സൈഡ് ഗ്യാസും പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്യുവറായിട്ടുള്ള ഹാലോ ആൽക്കൈനെ കിട്ടാൻ ഈ മെത്തേഡാണ് ഏറ്റവും നന്നായിരിക്കുക. കാരണം ബൈ പ്രോഡക്റ്റ് HCl ആൻഡ് SO2 ആർ ഗ്യാസസ്, ദേ എസ്കേപ്പ് ഔട്ട്. സോ വി ഗെറ്റ് പ്യുവർ ഹാലോ ആൽക്കൈൻ ബൈ ദിസ് മെത്തേഡ്. കെമിക്കൽ റിയാക്ഷനിൽ അടുത്തത് റിയാക്ഷൻസ് ഇൻവോൾവിങ് ക്ലീവേജ് ഓഫ് OH ബോണ്ട്. ആൽക്കഹോളിൽ OH ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് നമുക്കറിയാം. ആ Oയും Hഉം തമ്മിലുള്ള ബോണ്ട് എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട റിയാക്ഷനാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ഹൈലി ഇലക്ട്രോപോസിറ്റീവ് മെറ്റലുകളായ സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയവ ദേ ക്യാൻ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ആൽക്കഹോൾ and form alkoxide. Suppose 2CH3CH2OH ഇതൊരു ആൽക്കഹോളാണ്. ഈ ആൽക്കഹോളിനെ നമ്മൾ ഹൈലി ഇലക്ട്രോപോസിറ്റീവ് മെറ്റലായ സോഡിയവുമായിട്ട് റിയാക്ഷൻ നടന്നു. അപ്പോൾ ഹൈലി ഇലക്ട്രോപോസിറ്റീവായ സോഡിയം പോലത്തെ മെറ്റലുകൾക്ക് OHൽ നിന്ന് Hനെ റീപ്ലേസ് ചെയ്തിട്ട് പകരം വരാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടുക? 2CH3CH2ONA അല്ലേ? H പോയിട്ട് ആര് വരിക? സോഡിയം വരിക. അപ്പോൾ നമുക്ക് ആൽക്കോക്സൈഡ് അല്ലേ? ഇവിടെ എത്തോക്സൈഡ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയത്. പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് കേട്ടോ. ഈ 2 ഹൈഡ്രജൻ H2 എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഹൈലി ഇലക്ട്രോപോസിറ്റീവ് മെറ്റലായ സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയവയ്ക്ക് ആൽക്കഹോളിൽ നിന്ന് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതേപോലെ അടുത്തൊരു റിയാക്ഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുക എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷനാണ്. എസ്റ്ററിഫിക്കേഷൻ ശ്രദ്ധിക്കേണ്ടത്, ആൽക്കഹോള് കാർബോക്സിലിക് ആസിഡുമായിട്ട് റിയാക്ഷൻ നടക്കുകയാണ്. ആൽക്കഹോള് റിയാക്ട് വിത്ത് acid to give ester, and this reaction is known as esterification. നോക്കൂ, അപ്പോൾ നമ്മളൊരു കാർബോക്സിലിക് ആസിഡ് എടുത്തു, CH3COOH പ്ലസ് C2H5OH ആൽക്കഹോൾ എടുത്തു. റിയാക്ഷൻ നടക്കുന്നത് ഇൻ പ്രസൻസ് ഓഫ് ആസിഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിലാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതായിരിക്കും? അടുത്ത പ്രോഡക്റ്റ് ഏതാ കിട്ടുക? CH3COO അല്ലേ? അതായത് ഈ Hഉം ഈ OHഉം കൂടെ എന്താവും? വാട്ടർ മോളിക്യൂൾ ഉണ്ടാവും. ബാക്കി എന്ത് കിട്ടും? CH3COO C2H5 CH3COO C2H5, അതായത് ഈഥൈൽ അസറ്റേറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഈഥൈൽ അസറ്റേറ്റ് 2 കാർബൺ ആറ്റത്തിൻ്റെ ഇടയിൽ COO വന്നാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എസ്റ്റർ എന്ന് പറയപ്പെടാം. ഇതിനെയാണ് എസ്റ്ററിഫിക്കേഷൻ. അപ്പോൾ ഈസ് ഓഫ് എസ്റ്ററിഫിക്കേഷൻ ഓഫ് ആൽക്കഹോൾ ഈസ് ഇൻ ദ ഓർഡർ ഓഫ് പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷറി. അതായത് എസ്റ്ററായിട്ട് മാറുന്ന പ്രോസസ്സ് പെട്ടെന്ന് നടക്കുക പ്രൈമറി ആൽക്കഹോളിലാണ്, കുറച്ചും കൂടെ അത് സ്ലോ ആയിരിക്കും സെക്കൻഡറിയിൽ, ടെർഷറിയിൽ വീണ്ടും സ്ലോ ആയിരിക്കും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എസ്റ്ററിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആസിഡ് റിയാക്ട് വിത്ത് ആൽക്കഹോൾ ഇൻ പ്രസൻസ് ഓഫ് ആൻ ആസിഡ് ടു ഗിവ് എസ്റ്റർ.
This reaction is esterification reaction. Then reactions involving both alkyl and hydroxyl group. Alkyl ഗ്രൂപ്പും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഉള്ള കോമ്പൗണ്ടിൽ എങ്ങനെയൊക്കെയാണ് റിയാക്ഷൻ നടക്കുക? ഫസ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് ഡീഹൈഡ്രേഷനാണ്. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് വാട്ടർ മോളിക്യൂൾ, അല്ലെ? വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്ത് പോണതിൻ്റെ പേരാണ് ഡീഹൈഡ്രേഷൻ. സപ്പോസ് നമ്മളൊരു ആൽക്കഹോൾ എടുക്കുകയാണ്, CH3CH2OH, അല്ലേ? ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ഇതിന് ഡീഹൈഡ്രേഷൻ നടത്താൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാണ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അറ്റ് 443 കെൽവിൻ ഡീഹൈഡ്രേഷൻ നടക്കും. എങ്ങനെ കിട്ടുക? ഇതിൽ നിന്ന് H2O പോയാൽ ബാക്കി എന്താ? H2O എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് OH പോവും, ഒരു ഭാഗത്തു നിന്ന് ഒരു കാർബണിൽ നിന്ന് ഹൈഡ്രജനും പോയി. H2O പോയാൽ ബാക്കി നമ്മളെ പ്രോഡക്റ്റ് ഏതാ? CH2 ആകുമ്പോൾ അത് അവരുടെ ഇടയിലുള്ള ബോണ്ട് ഏതായിരിക്കും? ഡബിൾ ബോണ്ട് ആയിരിക്കും. ആ CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2O, ദാറ്റ് ഈസ് ആൽക്കീൻ ഈസ് ഫോംഡ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആൽക്കഹോളിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ഷൻ നടത്തി. അതായത് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ് സൾഫ്യൂരിക് ആസിഡ്. സോ വി ഗെറ്റ് ആൽക്കീൻ ആൻഡ് വാട്ടർ ആസ് ദി പ്രോഡക്റ്റ്. ഇനി നമ്മൾ ഓൺ ഹീറ്റിംഗ് എക്സസ് ഓഫ് ആൽക്കഹോൾ വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, ഈതേഴ്സ് ആർ ഫോംഡ്. കൂടുതൽ ആൽക്കഹോൾ എടുക്കുക. സപ്പോസ് ഇതിപ്പോൾ 1 മോൾ എടുത്തിട്ടുള്ളൂ, ഇനി നമ്മൾ 2 മോള് ആൽക്കഹോൾ എടുത്തു, 2CH3CH2OH, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ഷൻ നടത്തുക, അത് ഡീഹൈഡ്രേഷൻ നടത്തുക അറ്റ് 413 കെൽവിൻ. 413 കെൽവിനിൽ നമ്മൾ റിയാക്ഷൻ നടത്താം. അപ്പോൾ വാട്ടർ മോളിക്യൂൾ അല്ലേ? നമുക്കറിയാം H2O പോയാൽ ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? H2O എന്ന് പറഞ്ഞാൽ Hഉം OHഉം ആണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ 2 OH ഉണ്ട്, അതിലത്തെ ഓരോ OHഉം പോയി, ഒരു Hഉം പോയി. അപ്പം ഇനി ഒരു O അവിടെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് എഴുതാൻ പറ്റും CH3CH2O, CH3CH2O ബാക്കിയുള്ള, പിന്നെ ഒരു CH3CH2 കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്ത് എഴുതുമ്പോൾ CH2CH3, ആ CH3CH2O CH2CH3. അതായത് നമുക്ക് എന്താണ് ഇപ്പോൾ പ്രോഡക്റ്റ് കിട്ടിയത്? 2 ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഓക്സിജൻ വന്നാൽ നമ്മളതിനെ വിളിക്കുന്ന പേരെന്താണ്? ഈതർ എന്നാണ് വിളിക്കുക. 2 ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഓക്സിജൻ വന്നാൽ അതിൻ്റെ പേര് ഈതർ. അപ്പോൾ നമുക്ക് ഈതർ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. ഇനി സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോൾസ് ഒക്കെ എന്ത് ചെയ്യും? ഇതേപോലെ ഡീഹൈഡ്രേറ്റഡ് അണ്ടർ മൈൽഡർ കണ്ടീഷൻ. നമ്മൾ പ്രൈമറി ആൽക്കഹോളാണ് നോക്കിയത്. ഇതുപോലെ സെക്കൻഡറി ആൽക്കഹോളും ടെർഷറി ആൽക്കഹോളും ഒക്കെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നന്നായിട്ട് ഡീഹൈഡ്രേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഡീഹൈഡ്രേഷൻ നടക്കുക എന്നുള്ളത് ആൽക്കഹോളിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ആൽക്കഹോളിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ഓക്സിഡേഷൻ അവിടെ നമ്മൾ ആദ്യം ഒരു ആൽക്കഹോൾ എടുക്കുക. ഒരു പ്രൈമറി ആൽക്കഹോളായ CH3CH2OH നമ്മൾ പ്രൈമറി ആൽക്കഹോൾ എടുത്തു. ഈ പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ നമുക്ക് എന്താ കിട്ടുക? പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡേഷൻ നടത്തിയാൽ നേരെ ആൽഡിഹൈഡ് കിട്ടും. ഇവിടെ 2 കാർബണാറ്റമാണുള്ളത്. അവ 2 കാർബണാറ്റുള്ള ആൽഡിഹൈഡാണ് CH3CHO. ഇനി ഇതിനെ ഓക്സിഡേഷൻ നടത്തിയാലോ? അങ്ങനെ ബ്രാക്കറ്റ് കൊടുത്ത ഓക്സിഡേഷൻ എന്നാണ്. ഇതിനെ ഓക്സിഡേഷൻ നടത്തിയാൽ നമുക്ക് എന്താ കിട്ടുക? കാർബോക്സിലിക് ആസിഡ് കിട്ടും. ഇവിടെ 2 കാർബണാറ്റം ഉള്ളൂ. അപ്പോൾ 2 കാർബണാറ്റമുള്ള കാർബോക്സിലിക് ആസിഡ് കിട്ടും. ദാറ്റ് ഈസ് CH3COOH.
അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രൈമറി ആൽക്കഹോൾ ഓൺ ഓക്സിഡേഷൻ ഗീവ്സ് ആൽഡിഹൈഡ് വിച്ച് ഈസ് ഫർദർ ഓക്സിഡൈസ്ഡ് ടു കാർബോക്സിലിക് ആസിഡ്. ബോത്ത് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ആസ് ഇൻ ആൽക്കഹോൾ. അല്ലേ, നമ്മളിവിടെ ആൽക്കഹോളിന് 2 കാർബൺ ആറ്റം ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ആൽഡിഹൈഡിലും അതേപോലെ കാർബോക്സിലിക് ആസിഡിലും 2 കാർബൺ ആറ്റം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ലൈക്ക് അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആർ യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് കാർബോക്സിലിക് ആസിഡ് ഫ്രം ആൽക്കഹോൾ ഡയറക്റ്റ്ലി. അപ്പോൾ നമ്മൾ പ്രൈമറി ആൽക്കഹോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. അപ്പോൾ ആ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നേരെ നമുക്ക് എന്ത് കിട്ടും, കാർബോക്സിലിക് ആസിഡ് കിട്ടും. എങ്ങനെയാ, CH3 CH2OH. റിയാക്ഷൻ നടക്കുന്നത് ഇൻ പ്രസൻസ് ഓഫ് അസിഡിഫൈഡ് KMnO4, അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പോൾ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പോൾ ആൽക്കഹോൾ നേരെ എന്തായിട്ട് മാറും, കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. അല്ലേ, ഇവിടെ 2 കാർബൺ ആറ്റമുള്ള ആൽക്കഹോളാണ്. അപ്പോൾ നമുക്ക് കിട്ടുമ്പോഴോ 2 കാർബൺ ആറ്റമുള്ള കാർബോക്സിലിക് ആസിഡ് കിട്ടും. ദാറ്റ് ഈസ് CH3COOH. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ക്രോമിയത്തിൻ്റെ ഓക്സൈഡ് ഉണ്ട് CrO3 ഇൻ അൺഹൈഡ്രസ് മീഡിയം ഈസ് യൂസ്ഡ് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ് ഫോർ ദ ഐസൊലേഷൻ ഓഫ് ആൽഡിഹൈഡ്. അപ്പോൾ നമുക്ക് ഇവിടെ ആൽഡിഹൈഡ് കിട്ടി, പിന്നെയും റിയാക്ഷൻ നടന്നിട്ട് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ ആൽഡിഹൈഡിൽ എത്തിക്കഴിഞ്ഞാൽ ആ റിയാക്ഷൻ അവിടെ നിൽക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, CrO3 എന്നുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിക്കാം. ഇപ്പോൾ CH3 CH2OH റിയാക്ട് വിത്ത് ക്രോമിക് ഓക്സൈഡ് CrO3. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, CH3CHO. പിന്നെ ഫർദർ റിയാക്ഷൻ അവിടുന്ന് നടക്കണില്ല. അപ്പോൾ ആൽഡിഹൈഡിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CrO3 എന്നുള്ള കോമ്പൗണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എ ബെറ്റർ റിയേജന്റ് ഫോർ ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾ ടു ആൽഡിഹൈഡ് ഇൻ ഗുഡ് yield ഈസ് പിരിഡിനിയം ക്ലോറോക്രോമാറ്റ്, PCC എന്ന് പറയും കേട്ടോ. PCC പിരിഡിനിയം ക്ലോറോക്രോമാറ്റ്. ഇതെന്തിനു ഉപയോഗിക്കുന്നതാണ്, നമ്മൾ പ്രൈമറി ആൽക്കഹോളിനെ നേരെ ആൽഡിഹൈഡ് ആക്കി മാറ്റാൻ വേണ്ടി കൂടുതൽ അളവിൽ കേട്ടോ, ടു ഗെറ്റ് ഗുഡ് yield. എ ബെറ്റർ റിയേജന്റ് ഫോർ ഓക്സിഡേഷൻ ഓഫ് primary alcohol to aldehyde in good yield is pyridinium chlorochromate. The pyridinium ക്ലോറോക്രോമാറ്റ് PCC ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, പ്രൈമറി ആൽക്കഹോളിൽ നിന്ന് ആൽഡിഹൈഡ് കൂടുതൽ അളവിൽ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ PCC നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്താം. CrO3 വെച്ച് ഓക്സിഡേഷൻ നടത്തിയാൽ നമുക്ക് ആൽഡിഹൈഡ് അല്ല കിട്ടുക, പകരം കീറ്റോൺ ആണ് കിട്ടുക. പ്രൈമറി ആൽക്കഹോൾ ആകുമ്പോൾ ആൽഡിഹൈഡ് കിട്ടും, സെക്കൻഡറി ആൽക്കഹോൾ ആകുമ്പോൾ ആൽഡിഹൈഡിന് പകരം നമുക്ക് കിട്ടുന്ന എന്താണ്, കീറ്റോൺ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് സെക്കൻഡറി ആൽക്കഹോൾ എടുക്കുകയാണ്. CH3 CHOH CH3 സെക്കൻഡറി ആൽക്കഹോളാണ്. ഓക്സിഡേഷൻ നടത്തുന്നു. ഓക്സിഡേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓക്സിജൻ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് H2 ഇവിടുന്ന് റിമൂവ് ചെയ്യും. H2 റിമൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഓക്സിജൻ ഇവിടെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, CH3COCH3 നമുക്ക് കീറ്റോൺ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ കീറ്റോൺ.
പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തിക്കഴിഞ്ഞാൽ ആൽഡിഹൈഡ്. ടെർഷറി ആൽക്കഹോൾ ഡു നോട്ട് അണ്ടർഗോ ഓക്സിഡേഷൻ അറ്റ് നോർമൽ കണ്ടീഷൻ. ടെർഷറി ആൽക്കഹോൾ നോർമൽ കണ്ടീഷനിൽ എന്ത് നടക്കണില്ല? ഓക്സിഡേഷൻ നടക്കണില്ല. പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആൽഡിഹൈഡ് കിട്ടുന്നു. സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തിക്കഴിഞ്ഞാൽ കീറ്റോൺ കിട്ടുന്നു. ടെർഷറി ആൽക്കഹോൾ ഡു നോട്ട് അണ്ടർഗോ ഓക്സിഡേഷൻ അറ്റ് നോർമൽ കണ്ടീഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റിയാക്ഷനാണ് ഡീഹൈഡ്രോജിനേഷൻ. നോക്കാം, ഡീഹൈഡ്രോജിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡീഹൈഡ്രോജിനേഷൻ ഹൈഡ്രജൻ റിമൂവ് ചെയ്യാം. ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നതിൻ്റെ പേര് എന്തുതന്നെയാണ്? ഓക്സിഡേഷൻ തന്നെയാണ് കേട്ടോ. ഹൈഡ്രജൻ്റെ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഈസ് ആൾസോ ഓക്സിഡേഷൻ. അപ്പോൾ നോക്ക്, നമ്മളൊരു പ്രൈമറി ആൽക്കഹോൾ എടുക്കുക, CH3 CH2OH പ്രൈമറി ആൽക്കഹോൾ. കോപ്പർ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ 573 കെൽവിനിൽ ചൂടാക്കാം. കോപ്പർ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ 573 കെൽവിനിൽ നമ്മൾ ചൂടാക്കാം. അപ്പം നമുക്ക് എന്ത് പോകണം? ഹൈഡ്രജൻ അവിടെ നിന്ന് പോകണം. അങ്ങനെ H2 പോയാൽ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? CH3 CHO. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൽഡിഹൈഡ് കിട്ടി. അത് പ്രൈമറി ആൽക്കഹോൾ കോപ്പർ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ വി ഗെറ്റ് ആൽഡിഹൈഡ് ആസ് ദി പ്രൊഡക്റ്റ്. ഇനി സെക്കൻഡറി ആൽക്കഹോൾ എടുത്ത് നോക്കാം. CH3 CHOH CH3. ഇതിനെ നമ്മൾ കോപ്പർ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ തന്നെ റിയാക്ഷൻ നടത്തുക അറ്റ് 573 കെൽവിൻ. H2 പോയി, ഹൈഡ്രജൻ ഇവിടുന്ന് ഇങ്ങനെ പോയി. H2 പോയാൽ ബാക്കി ആരാളുള്ളത്? CH3 CO CH3 കീറ്റോൺ. CH3 CO CH3 പ്ലസ് H2. അപ്പോൾ നമുക്ക് സെക്കൻഡറി ആൽക്കഹോളിനെ ഡീഹൈഡ്രോജിനേഷൻ നടത്തിയപ്പോൾ കീറ്റോൺ കിട്ടി. പ്രൈമറി ആൽക്കഹോളിനെ ഡീഹൈഡ്രോജിനേഷൻ നടത്തിയപ്പോൾ ആൽഡിഹൈഡ് കിട്ടി. Tertiary alcohol are not dehydrogenated but are dehydrated to give alkene. ടെർഷറി ആൽക്കഹോൾ നമുക്ക് ഡീഹൈഡ്രോജിനേഷൻ നടത്താൻ പറ്റില്ല. അത് ഹൈഡ്രജൻ റിമൂവ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ വാട്ടർ റിമൂവ് ചെയ്യാം. ഡീഹൈഡ്രേഷൻ നടത്താം, എന്നിട്ട് നമുക്ക് ആൽക്കീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. നമുക്കതും കൂടെ നോക്കാം. ടെർഷറി ആൽക്കഹോളിന് ഡീഹൈഡ്രേഷൻ എങ്ങനെ നടത്താം? നമുക്ക് ടെർഷറി ആൽക്കഹോൾ ഇറ്റ് ഈസ് ടെർഷറി ആൽക്കഹോൾ. കോപ്പർ പൗഡറിൻ്റെ പ്രസൻസിൽ, കോപ്പർ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ 573 കെൽവിനിൽ നമ്മൾ ചൂടാക്കുമ്പോൾ ഡീഹൈഡ്രോജിനേഷൻ അല്ല നടക്കുന്നത്, പകരം ഡീഹൈഡ്രേഷനാണ് നടക്കുക. അതായത് വാട്ടർ മോളിക്യൂൾ പോവും, H2O അവിടുന്ന് പോവും. H2O പോവുക എന്ന് പറഞ്ഞാൽ OHും പോവും, പിന്നെ ഒരു ഹൈഡ്രജനും പോവും. അപ്പോൾ ഇവിടെ നിന്നാണ് ഹൈഡ്രജൻ പോകണമെന്ന് വിചാരിക്കാം. അപ്പോൾ H2O പോയി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എന്താ കിട്ടുക? CH3 C ഡബിൾ ബോണ്ട് CH2 CH3 അങ്ങനെ കിട്ടില്ലേ? കാർബണിൻ്റെ ബാലൻസ് 4 സാറ്റിസ്ഫൈഡ് ആണ്. CH3 C ഡബിൾ ബോണ്ട് CH2 CH3 എന്ന് കിട്ടും. അത് നമുക്ക് 2-methyl, രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, 2-methyl 1-propene, 2-methyl 1-propene എന്നുള്ള പ്രോഡക്റ്റാണ് കിട്ടിയത്. (2-methyl 1-propene). അത് ശ്രദ്ധിക്കേണ്ടത്, ടെർഷറി ആൽക്കഹോള് ഡീഹൈഡ്രോജിനേഷൻ നടക്കൂല, പകരം എന്താ നടക്കുക? ഡീഹൈഡ്രേഷൻ നടക്കും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ആൽക്കീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇത്രയാണ് നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ എന്നുള്ള ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.
ദെൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫിനോൾ. ഫിനോളിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് റിയാക്ഷൻസ് ഓൺ OH ഗ്രൂപ്പ്. ഫിനോളിൽ നമുക്കറിയാം ബെൻസീൻ റിങ്ങിൻ്റെ മേലെ OH ഗ്രൂപ്പ് വരുമ്പോഴാണ് നമ്മൾ ഫിനോൾ എന്ന് വിളിക്കുക. അപ്പോൾ ആ OH ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് അതിനെന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ കാണുക. അത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുക ഫിനോളിൻ്റെ അസിഡിക് നേച്ചറിനെ പറ്റിയാണ്. ഫിനോളിൻ്റെ അസിഡിക് നേച്ചർ ശ്രദ്ധിക്കേണ്ടത്, ഓൾ ഫിനോൾസ് ആർ വീക്കിലി അസിഡിക്. ഫിനോളുകളൊക്കെ വീക്കിലി അസിഡിക് ആണ്. പക്ഷെ അവർ ദേ ആർ വീക്കർ ആസിഡ്സ് ദാൻ കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് COOH ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കാർബോക്സിലിക് ആസിഡിനെക്കാളും വീക്കായിട്ടുള്ള ആസിഡാണ് ആര്? ഫിനോൾ. ആ ഫിനോൾ അസിഡിക് ആണ്. എന്തുകൊണ്ടൊക്കെയാണ് ഫിനോൾ അസിഡിക് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുക? ഒന്ന്, ഇറ്റ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. ഫിനോളിൽ ലിറ്റ്മസ് പേപ്പർ മുക്കിക്കഴിഞ്ഞാൽ ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുന്നു. അതിനെ ലിറ്റ്മസിനെ റെഡ് കളറിലേക്ക് എത്തിക്കൽ ആരുടെ പ്രോപ്പർട്ടിയാണ്? ആസിഡിൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ ഇറ്റ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുക ഫിനോള് ആൽക്കലിയിൽ ഡിസോൾവ് ചെയ്യും. ഫിനോൾ അസിഡിക് ആണെന്ന് പറയുന്നതാണ്. ഫിനോൾ C6H5OH ഡിസോൾവ്സ് ഇൻ ആൽക്കലി NaOH. ആൽക്കലിയിൽ ഡിസോൾവ് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്താ കിട്ടുക? സോഡിയം ഫിനോക്സൈഡ് എന്നുള്ള ഒരു അയോണ് കിട്ടും. സോഡിയം ഫിനോക്സൈഡ് ഒരു സാൾട്ടാണ്. സോഡിയം ഫിനോക്സൈഡ് എന്നുള്ള സാൾട്ട് കിട്ടും പ്ലസ് വാട്ടർ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൽക്കലിയുമായി കൂടിച്ചേർന്ന് സാൾട്ടും വാട്ടറും തരണമെങ്കിൽ ഈ സബ്സ്റ്റൻസ് എന്തായിരിക്കണം? ആസിഡ് ആയിരിക്കണം. അങ്ങനെയും ഫിനോൾ അസിഡിക് ആണ് മനസ്സിലാക്കും. പിന്നെ ഫിനോൾ C6H5OH അത് അയണൈസേഷൻ നടന്നു കഴിഞ്ഞാൽ that gives proton. Phenol ionizes giving proton and phenoxide ion. അപ്പോൾ H+ അയോണിനെ തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? ഫിനോൾ ഈസ് അസിഡിക്. ആ ഫിനോള് കാർബോക്സിലിക് ആസിഡിനേക്കാളും വീക്കായ ആസിഡാണ്. പക്ഷേ അവർ അസിഡിക് ആണ് നമ്മൾ മനസ്സിലാക്കുക 3 കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. Then phenol dissolved in alkali to form salt and water. Then phenol on ionizing we get H+ ion. Phenol gives H+ ion. Phenol H+ ion നൽകുന്നു. അതുകൊണ്ടും ഫിനോൾ എന്താണ്? അസിഡിക് ആണ്. ആക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റ്. ഫിനോൾ എങ്ങനെയാണ് സിങ്കുമായിട്ട് റിയാക്ഷൻ നടക്കുക നോക്കാം. ഇറ്റ് ഈസ് ഫിനോൾ സിങ്ക് മെറ്റൽ അല്ലെങ്കിൽ സിങ്ക് ഡസ്റ്റുമായിട്ട് കൂടിച്ചേരാം. ഫിനോള് സിങ്കുമായിട്ട് റിയാക്ഷൻ നടത്തിയിട്ട് നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈ സിങ്കും ഈ ഓക്സിജനും കൂടെ കൂടിച്ചേർന്ന് ZnO സിങ്ക് ഓക്സൈഡ് ഉണ്ടായിട്ട് മാറും. സിങ്ക് ഓക്സൈഡ്. പിന്നെ ഈ ഹൈഡ്രജൻ ഇതിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ബെൻസീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ബെൻസീൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫിനോള് സിങ്കുമായിട്ട് റിയാക്ഷൻ നടന്നാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ബെൻസീൻ ആണ്. ഫിനോൾ റിയാക്ട് വിത്ത് സിങ്ക് ഡസ്റ്റ്, സിങ്ക് പൗഡറുമായിട്ട് കൂടിച്ചേരാണ്. കിട്ടുന്ന പ്രോഡക്റ്റ് മെയിൻ പ്രോഡക്റ്റ് ബെൻസീൻ. പിന്നെ ഒപ്പം ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് സിങ്ക് ഓക്സൈഡ്. എക്സാമിന് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഫിനോൾ പ്ലസ് സിങ്ക് ഗീവ്സ് ഡാഷ് പ്ലസ് ZnO. നമ്മളെന്താ ഫില്ല് ചെയ്യേണ്ടത്? ബെൻസീൻ എന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ദെൻ അടുത്ത റിയാക്ഷൻ എസ്റ്റർ ഫോർമേഷൻ. എസ്റ്റർ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഫിനോളിനെ നമ്മൾ അസറ്റിക് അൺഹൈഡ്രേറ്റുമായിട്ട് അല്ലെങ്കിൽ അസറ്റൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ഷൻ നടക്കാം. അപ്പോൾ നോക്കാം. ഫിനോൾ റിയാക്ട് വിത്ത് അസറ്റിക് അൺഹൈഡ്രേറ്റ് ഓർ അസറ്റൈൽ ക്ലോറൈഡ്. അപ്പോൾ നമ്മൾ ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷനൊക്കെ പഠിച്ച ആളുകളാണ്. അപ്പോൾ അസറ്റൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ഷൻ നടക്കാം. അസറ്റൈൽ ക്ലോറൈഡ് ഈസ്
CH3COCl. റിയാക്ഷൻ നടക്കുന്നത് ഇൻ പ്രസൻസ് ഓഫ് ആൻ ആൽക്കലി. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നുള്ള ആൽക്കലിയുടെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹൈഡ്രജനും ഈ Cl കൂടെ HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവും. HCl കേട്ടോ, ഈ ഹൈഡ്രജനും ഈ ക്ലോറിനും കൂടെ HCl ഉണ്ടാവും. പിന്നെ ഇവിടെ ആരാ ബാക്കിയുള്ളത്? COCH3. അത് ബെൻസീൻ റിങ്ങിന്റെ മുകളിലേക്ക് കയറി വരും. ഇവിടെ ഓൾറെഡി ഒരു ഓക്സിജൻ ഉണ്ട്, അതിലേക്ക് എന്ത് കയറി വരും? COCH3 കൂടെ കയറി വരും. അപ്പോൾ ബെൻസീൻ റിങ്ങിന്റെ മേലെ OCOCH3 എന്നാവും. OCOCH3. ഈ പ്രോഡക്റ്റിന്റെ പേര് ഫിനൈൽ അസറ്റേറ്റ് എന്നാണ് പേര്. ഫിനൈൽ അസറ്റേറ്റ്. ഫിനൈൽ അസറ്റേറ്റ് അതായത് ഫിനോൾ റിയാക്ട് വിത്ത് അസൈൽ ക്ലോറൈഡ് in presence of sodium hydroxide, we get phenyl acetate as the product. കിട്ടുന്ന റിയാക്ഷൻ ഏതാണ്? ഫിനൈൽ അസറ്റേറ്റ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഈ റിയാക്ഷന്റെ പേര് അസറ്റൈലേഷൻ എന്നാണ് വിളിക്കുക. അസറ്റൈലേഷൻ. ശ്രദ്ധിക്കേണ്ടത്, കിട്ടുന്നത് എസ്റ്റർ അല്ലേ ചെക്ക് ചെയ്യും. എസ്റ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? രണ്ട് കാർബണാറ്റത്തിൻ്റെ ഇടയിൽ COO ഗ്രൂപ്പ് വന്നാൽ അതിൻ്റെ പേരാണെന്ത്? എസ്റ്റർ. ബെൻസീൻ റിങ്ങിൽ കാർബണാറ്റം ഉണ്ട്, ഈ CH3 കാർബണാറ്റം ഉണ്ട്. ഇത് രണ്ടിൻ്റെയും ഇടയിൽ COO വന്നാൽ അതിനെ വിളിക്കുന്ന പേര് എസ്റ്റർ എന്നാണ്. അപ്പോൾ ഇവിടെ എസ്റ്റർ ആണ് ഫോം ചെയ്തത്. അപ്പോൾ ഫിനോളും അസൈൽ ക്ലോറൈഡും റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ വി ഗെറ്റ് ആൻ എസ്റ്റർ ആസ് ദി പ്രോഡക്റ്റ്. ഇനി നമ്മൾ ഈ അസറ്റൈൽ ക്ലോറൈഡിന് പകരം നമ്മളൊരു കാര്യം ചെയ്യുക. അസറ്റൈൽ ക്ലോറൈഡിന് പകരം ബെൻസോയിൽ ക്ലോറൈഡ് ഉപയോഗിക്കുക. ബെൻസോയിൽ ക്ലോറൈഡ് ആകുമ്പോൾ എന്താ മാറ്റം വരിക? CH3 പകരം C6H5 എന്നായിട്ട് മാറും. അപ്പം നമുക്കിവിടെ നോക്കാം. This phenol react with benzoyl chloride C6H5COCl in presence of NaOH. ഇതേ റിയാക്ഷൻ തന്നെയാണ് വരിക. CH3 പകരം C6H5 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെയും CH3 പകരം എന്തായിട്ട് മാറും? C6H5 എന്നായിട്ട് മാറും. ബൈ പ്രോഡക്റ്റ് ആയിട്ട് HCl ഉണ്ടാവും. നമ്മളെ മെയിൻ പ്രോഡക്റ്റ് ആയിട്ട് ബൈ പ്രോഡക്റ്റ് HCl. മെയിൻ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഏതാ കിട്ടുക? ഇവിടെ C6H5 ഉള്ള കോമ്പൗണ്ട് നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. C6H5 ഉള്ളത് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെ മാറ്റം വരും. C6H5 ഈ റിയാക്ഷൻ്റെ ബാക്കിയാണ് എഴുതിയിട്ടുള്ളത്. C6H5. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ പേര് ഫിനൈൽ ബെൻസോയേറ്റ് എന്നാണ് പേര്. ഫിനൈൽ ബെൻസോയേറ്റ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് അസറ്റൈൽ ക്ലോറൈഡാണ്. അപ്പോൾ റിയാക്ഷൻ്റെ പേര് അസറ്റൈലേഷൻ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചതോ ബെൻസോയിൽ ക്ലോറൈഡ് ആണ്. അതുകൊണ്ട് ആ റിയാക്ഷനെ വിളിക്കുന്ന പേര് ബെൻസോയിലേഷൻ എന്നാണ് പറയപ്പെടുക. ദിസ് റിയാക്ഷൻ ഈസ് ബെൻസോയിലേഷൻ. ഇത്തരത്തിൽ ഫിനോളും ബെൻസോയിൽ ക്ലോറൈഡും റിയാക്ഷൻ നടക്കുക ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ടു ഫോം ഫിനൈൽ ബെൻസോയേറ്റ്. ഈ ബെൻസോയിലേഷൻ ഉണ്ടല്ലോ, ദിസ് റിയാക്ഷൻ ഈസ് ആൾസോ കോൾഡ് ആസ് ഷോർട്ടൻ-ബോമാൻ റിയാക്ഷൻ. ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന വേറെ പേരാണ് ഷോർട്ടൻ-ബോമാൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുക. ഷോർട്ടൻ-ബോമാൻ റിയാക്ഷൻ. അപ്പോൾ ബെൻസോയിലേഷൻ്റെ വേറെ പേരെന്താണ്? ഷോർട്ടൻ-ബോമാൻ റിയാക്ഷൻ. ഷോർട്ടൻ-ബോമാൻ റിയാക്ഷൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫിനോൾ റിയാക്ട് വിത്ത് ബെൻസോയിൽ ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ടു ഗെറ്റ് ഫിനൈൽ ബെൻസോയേറ്റ്. ദിസ് റിയാക്ഷൻ ഈസ്, ഈ ബെൻസോയിൽ ക്ലോറൈഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് ബെൻസോയിലേഷൻ എന്ന് പറയും. ഈ റിയാക്ഷനെ പൊതുവെ പറയുന്ന പേരെന്താണ്? ഷോർട്ടൻ-ബോമാൻ റിയാക്ഷൻ.